അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. റബ്ബി ശറഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം ബിൽ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഒരു ദിനം ഒരറിവ് നമ്മൾ പഠിക്കുന്നു. ഈ പഠിക്കുന്ന ഇൽമുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഇന്ന് നാം പഠിക്കുന്ന ഹദീസ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മഹാനവറുകൾ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, മിനൽ കബാഇരി ശതുമുർ റജുലി വാലിദൈഹി ഖാലു യാ റസൂലല്ലാഹ് വഹൽ യസ്തിമുർ റജുലു വാലിദൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഒരാൾ തൻ്റെ മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നത് വൻഭാവങ്ങളിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, വഹൽ യസ്തിമുർ റജുലു വാലിദൈഹി, ആരെങ്കിലും തൻ്റെ മാതാപിതാക്കളെ ചീത്ത വിളിക്കുമോ? തൻ്റെ വാപ്പാനെയും ഉമ്മാനെയും ഏതെങ്കിലും ഒരു മനുഷ്യൻ ചീത്ത വിളിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, അതെ. ഖാല നഅം, എങ്ങനെയാണ് ചീത്ത വിളിക്കുന്നത്? യസുബ്ബു അബർ റജുലി ഫയസുബ്ബു അബാഹു വയസുബ്ബു ഉമ്മുഹു ഫയസുബ്ബു ഉമ്മുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, മാതാപിതാക്കളെ ചീത്ത വിളിക്കുക എന്ന് പറയുന്നത്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ട് ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൂടാറുണ്ട്. ചിലപ്പോൾ അയൽവാസികൾ, കുടുംബക്കാർ, കൂട്ടുകാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൂടുന്ന സമയത്ത് ഒരാൾ മറ്റൊരാളുടെ വാപ്പ, മറ്റൊരാളുടെ ഉമ്മ അവരെ ചീത്ത വിളിക്കാറുണ്ട്. അവൻ്റെ ഉപ്പാനെ ചീത്ത വിളിക്കുന്നു, അവൻ്റെ ഉമ്മയെ ചീത്ത വിളിക്കുന്നു. ഞാൻ ഒരാളുമായി വഴക്ക് കൂടുന്ന സമയം ഞാൻ മറ്റൊരാളുടെ ഉമ്മാനെ ചീത്ത വിളിച്ചാൽ അത് എൻ്റെ ഉമ്മാനെ ചീത്ത വിളിക്കുന്നത് പോലെയാ. മറ്റൊരാളുമായി വഴക്ക് കൂടുന്ന സമയം അദ്ദേഹത്തിൻ്റെ വാപ്പാനെ ഞാൻ ചീത്ത വിളിച്ചാൽ അത് എൻ്റെ വാപ്പാനെ ഞാൻ ചീത്ത വിളിക്കുന്നത് പോലെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നത് വൻപാപങ്ങളിൽ പെട്ടതാണെന്ന് മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിക്കും. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, വഴക്കുകൂടുന്ന സമയത്ത് നമ്മളിതാരും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ അവൻ്റെ വാപ്പായിക്കും അവൻ്റെ ഉമ്മായി നമ്മൾ പലതും പറയാറുണ്ട്, ചീത്ത വിളിക്കാറുണ്ട്. ആ കോപത്തിൻ്റെ സമയത്ത് നമ്മൾ എന്തും പറയും, നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്നാൽ നമ്മൾക്ക് ക്ഷമിക്കാൻ കഴിയണം. മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. ഒരു വല്ലാത്ത ഒരു സംഭവം. അന്ന റജുലൻ ശതമ അബൂബക്കറിൻ വന്നബിയ്യു ജാലിസുൻ ഫജഅല നബിയ്യ യഅജബു വയതബസ്സമു ഫലമ്മ അക്സറ റദ്ദൻ അലൈഹി ബഅദ ഖൗലിഹി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുമ്പോൾ അതാ ഒരു മനുഷ്യന് കടന്നു വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ആക്ഷേപിച്ചു. അദ്ദേഹം തുടർച്ചയായി ഇങ്ങനെ ആക്ഷേപിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നിശബ്ദനായി മിണ്ടാതെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അവസരത്തിൽ സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം വളരെയധികം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ മോശമായ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അവസാനം സഹികെട്ടിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യന് മറുപടി നൽകി. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് പോകുന്നത് കണ്ടപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ പുറകെ ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നാലെ പോയിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ നബിയെ, അദ്ദേഹം എന്നെ ആക്ഷേപിച്ചപ്പോൾ അങ്ങ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ചില കാര്യങ്ങൾ മറുപടി നൽകിയപ്പോൾ തങ്ങൾ അവിടുന്ന് വല്ലാതെ കോപത്തോടു കൂടി എഴുന്നേറ്റ് പോയത് എന്തുകൊണ്ടാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, അബൂബക്കറെ, നിങ്ങൾ നിശബ്ദത
പാലിക്കുകയും ക്ഷമിക്കുകയും ചെയ്തപ്പോഴെല്ലാം നിങ്ങളോടൊപ്പം ഒരു മലക്കുണ്ടായിരുന്നു. ആ മലക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് മറുപടി പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആക്ഷേപിക്കുമ്പോൾ അതിനുള്ള മറുപടി ഒരു മലക്ക് അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എപ്പോഴാണോ മറുപടി പറയാൻ തുടങ്ങിയത് ആ സമയത്ത് തന്നെ മലക്ക് എഴുന്നേറ്റ് പോയി. പിശാചി ഇടയ്ക്ക് വന്നു, എനിക്ക് പിശാചിനോടൊപ്പം ഇരിക്കാൻ കഴിയുന്നതല്ല, അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് പോയതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ വല്ലാതെ മോശമായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മിണ്ടാതെ ഇരുന്ന് കേൾക്കുകയാ, ക്ഷമയോടുകൂടി ഇരുന്ന് കേൾക്കുന്നു. ഇത് കണ്ട പ്രവാചകന് സന്തോഷവുമായി, പ്രവാചകൻ ചിരിക്കുകയുണ്ടായി. എന്നാൽ സഹികെട്ടു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മറുപടി പറയാൻ തുടങ്ങിയപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കോപത്തോടുകൂടി എഴുന്നേറ്റുപോയി, അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റുപോയി. ഇത് കണ്ടുകൊണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അബൂബക്കറെ, നീ മറുപടി പറയാതെ ക്ഷമിച്ചിരുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലക്ക് അവിടെ വന്നിരുന്ന് ആ മനുഷ്യന് മറുപടി പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നീ പറയാൻ തുടങ്ങിയപ്പോൾ മലക്ക് പോയി, പിന്നെ ശൈത്താൻ വന്നു, പിന്നെന്തിനാ ഞാൻ അവിടെ ഇരിക്കുന്നത്? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മളും ക്ഷമിക്കാൻ കഴിയണം. എന്തെങ്കിലുമൊക്കെ അയൽവാസികളാകട്ടെ, കൂട്ടുകാരാകട്ടെ, അല്ലെങ്കിൽ കുടുംബക്കാരാകട്ടെ, ആരോടെങ്കിലും ദേഷ്യമുണ്ടാകുന്ന സമയത്ത് നമ്മൾ വായി തോന്നുന്നതൊക്കെ നമ്മളെ എങ്ങനെയെങ്കിലും ദേഷ്യപ്പെടുത്താൻ, നമ്മളെ എങ്ങനെയെങ്കിലും നടക്കുന്നതിന് വേണ്ടി പലരും പറയാറുണ്ട്. ആ സമയത്തിൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്ക് അത് വല്ലാത്ത വില കൊടുക്കേണ്ടി വരും. മറ്റൊരാളുടെ മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നത് സ്വന്തം ഉമ്മാനെ ചീത്ത വിളിക്കുന്നത് പോലെ, സ്വന്തം മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നത് പോലെയാ. അത് മിനൽ കബായിരി ശത്മുർ റജുലി വാലിദൈഹി. റസൂലുള്ളാഹി തങ്ങൾ മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നത് വൻപാപങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണെന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ സൂക്ഷിക്കണം. എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് 3 ഉപദേശങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. 3 കാര്യങ്ങളാ പറഞ്ഞേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുമ്മ ഖാല യാ അബൂബക്കർ സലാസു കുല്ലുഹും ഹഖ്കുൻ. 3 കാര്യങ്ങൾ അത് സത്യമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ തങ്ങൾക്ക് കൊടുത്ത ഉപദേശമാ. 3 കാര്യങ്ങൾ ഹഖാണ്, അത് സത്യമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബി ആ കാര്യങ്ങൾ എന്താ? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, മാമിൻ അബ്ദിൻ ളുലിമ ബിമദ്ലമത്തിൻ ഫയുഗ്ലി അൻഹാ ലില്ലാഹി അസ്സ വജൽ ഇല്ലാ അസ്സല്ലാഹു ബിഹാ നസ്റഹു വമാ ഫതഹ റജുൽ വമാ ഫതഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ഒരു മനുഷ്യൻ, ഏതെങ്കിലും ഒരു ദാസൻ അക്രമം പ്രവർത്തിക്കപ്പെടുകയും അവൻ അള്ളാഹുവിൽ തൃപ്തി കരുതി മാത്രം അത് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്താൽ, ഒരാളിൽ നിന്ന് അക്രമം നമുക്കുണ്ടായി, അത് വാക്കിനാലാകട്ടെ പ്രവൃത്തിയിലാകട്ടെ, ആ സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് പ്രതികാരം ചെയ്യാതിരുന്നാൽ, അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും മാത്രം കരുതിക്കൊണ്ട് ക്ഷമിക്കുകയും ചെയ്താൽ, അള്ളാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം, അള്ളാഹു അവനെ സഹായിക്കുകയും അവനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നൊരു പ്രതിഫലം, നമ്മൾ അള്ളാഹു സഹായിക്കും, പടച്ചവൻ നമ്മൾ അവരുടെ മുന്നിൽ ശക്തിപ്പെടുത്തും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു. 3 കാര്യങ്ങൾ ഹക്കാണ്, സത്യമാണ്. അതിൽ ഒന്നാമതായിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമുക്ക് ദേഷ്യമുണ്ടാകുന്ന സമയത്ത് നമ്മുടെ സംസാരത്തിലൂടെ നമ്മൾ വൻപാപങ്ങളിലേക്ക് എത്തിപ്പോകുന്ന ഒരു അവസ്ഥ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പിഴവുകൾ അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട് അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളുടെ മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയ, അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നേടിയ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.